എവിടെയാള്? പുറകില് ലോണിലുണ്ട്. എന്താ ഉദ്ദേശം? എന്ത് കോലമാ ഫിലിപ്പോസ് ചെയ്ത്? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി ഞാൻ ഇത്രയും കാലം ജീവിച്ചത്? സ്നേഹിച്ചു ലാളിച്ചോ ഒക്കെ വെറുതെ. എന്റെ മകളെന്നെ അവിശ്വസിക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് അധപതിച്ചോടാ പറ. അത് എവിടെയോ തോന്നത്തൊരു തേട്ടറി സ്റ്റുപ്പിഡിന് വേണ്ടി. ഫിലിപ്പോസ് ഇത്രമാത്രം വിഷമിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. മൂക്കളെ ഒലിപ്പിച്ച് 2 പിള്ളേര് വന്ന് എന്തോ കയ്യാങ്കളി കാണിച്ചെന്ന് വെച്ച്. എന്റെ ചാർലി, നീ വിചാരിക്കുന്ന പോലെ അല്ല അവന്മാര്. ഓ പിന്നെ തന്റെ സ്ഥാനത്ത് ഞാനായിരിക്കണമായിരുന്നു. അട്ടിച്ചവൻ പറഞ്ഞ ചെവിക്കല്ല് പൊട്ടിച്ചേനെ. ഇതിങ്ങോട്ട് വിട്ടരെ. ആ പിള്ളേരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം. മദ്യം അല്ല മധ്യസ്ഥം. രൂപേഷ്, ടോമി. ഇതിൽ ആരാടാ രൂപേഷ്? ആ കൊള്ളാം. അപാര തല. പണമുള്ള വീട്ടിലെ പെമ്പിള്ളേരെ ലൈൻ അടിക്കുക, എന്നിട്ട് അതിന് വില പേശുക എന്ന് തുടങ്ങി പുതിയ മെത്തേഡിലുള്ള ബ്ലാക്ക് മെയിലിംഗ്. വലം കൈയായി നീയും. ശരി ശരി. എത്രയാ ചോദിച്ചത്? ഓ 1 കോടി. പക്ഷെ അതങ്ങ് ഒരുപാട് കുറഞ്ഞു പോയല്ലോ. മേലിപ്രാളൊരു സാധുവാ. ഒരേ ഒരു മോളല്ലേ ഉള്ളൂ, കളയാൻ പറ്റുമോ? തന്നയച്ചിട്ടുണ്ട്. ആ ദാ ഒറ്റ നോട്ട എന്നെ കുഴയണ്ടല്ലോ. രണ്ടുപേരും തമ്മിൽ അടിയൊന്നും കൂടരുത്. ഇത് തുല്യമായിട്ട് പങ്കിട്ടെടുത്തോണം. ഇനി 0 വല്ലതും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എത്രയാന്ന് വെച്ച് എഴുതി ചേർത്തോ. പേനയുണ്ടോ? ഇല്ലേ? ആ പേനയില്ലാത്തോണ്ട് ബുദ്ധിമുട്ടണ്ട. പേന ഫ്രീ. മേലാലിക്കാര്യത്തിൽ ഫിലിപ്പോസിനെയോ മോളെയോ ശല്യം ചെയ്താ നിന്റെയൊക്കെ സ്ത്രീധനൊക്കെ ഞാൻ വെട്ടിയെടുക്കും. പറഞ്ഞ മനസ്സിലായടാ? ആ വിട്ടോ പോ വീട്ടിൽ പോടാ. പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? എടാ നിന്നെയൊക്കെ വീട്ടുകാർ പാടുപെട്ട് കോളേജ് വിടുന്നത് പഠിക്കാനാണ്, അല്ലാതെ 1 കോടി 2 കോടി എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കാനല്ല. പഠിക്കേണ്ട പ്രായത്തിൽ 4 ലക്ഷം പഠിക്കാൻ നോക്കാം. കോളേജിലോട്ട് ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. നിന്റെയൊക്കെ സാറന്മാരെ എനിക്കൊന്ന് കാണണം. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഇത്രയുള്ള കാര്യം. അതിനുള്ള ചുമ്മാ വെള്ളം അടിച്ച് ലിവർ. അച്ചായോ അങ്ങനെ അങ്ങ് പോയാലോ? ചാർലി ചായ, ഫിലിപ്പോസ് മേലിപ്രയുടെ ലീഗൽ അഡ്വൈസർ, അതിലുപരി ഏറ്റവും അടുത്ത സുഹൃത്ത്. നിന്നോടല്ലേ വീട്ടിൽ പോവാൻ പറഞ്ഞേ? എന്നാണ് തോക്കോ? ദീപാവലിയാണോ? അപ്പൊ പൊട്ടാസം കാണുമല്ലോ കയ്യില്. അച്ചായോ ഇത് പൊട്ടാസ് വെച്ച് അടിക്കണതല്ല, ഒറിജിനല്ല. ഇത് നിർത്തി വേല ഇറക്കല്ലേ. ചാർലിയോടാ കളി. നീ എന്നെ എടുത്താ മതി. അച്ചായോ അതെങ്ങനെ? ഞാൻ ഈ ഷർട്ട് പിടിച്ചിരിക്കല്ലയോ? എടാ മോനെ, തലയിൽ ആൾ താമസം ഇല്ലാത്തവരോട് പറഞ്ഞാ മതി. ഞാൻ മണ്ടനാണെന്ന് കരുതിയോ? ഷർട്ട് ഞാൻ പിടിച്ചു തരാം, നീ അങ്ങ് എടുത്താ മതി. ആ ഓക്കെ. ഇതെന്താ ചായ? ഇതിപ്പോ എത്രാമത്തെ മാസാ? വ്യായാമൊന്നുമില്ല അല്ലയോ? പെട്ടിക്കകത്ത് കിടക്കുമ്പോ ഇത് ചീഞ്ഞു പോവാൻ മാത്രം വേണം കൊറേ കാലം. എടാ മോനെ, ഇത് ശരിക്കും ഒറിജിനൽ. ഒരെണ്ണം പൊട്ടിക്കട്ടോ ചാർലി ചായോ, അപ്പൊ അറിയാം ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. മോനെ തോക്ക എങ്ങനെയും പൊട്ട. വേണ്ട അച്ഛൻ പോവാ. ഓക്കോട്ടെ, ഞാൻ പോയി. അച്ചായോ എങ്ങോട്ടാ പോവാ? ഡൗട്ട് മാറാതെ പോകുന്നത് ശരിയല്ലല്ലോ. അച്ചായൻ അറിയണ്ടേ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്? വേണ്ടടാ മോനെ, അത് ഒറിജിനല്ല, ശരിക്കും ഒറിജിനല്ല. അച്ഛൻ വിശ്വസിച്ചു. എന്നാലും അതല്ലല്ലോ അച്ചായ. അച്ചായൻ ഒരു ഡൗട്ട് തോന്നിയ നിലയ്ക്ക് അത് ക്ലിയർ ചെയ്ത് തരേണ്ടത് എന്റെ കടമയല്ലയോ? അല്ലല്ലോ ടോമി? പിന്നല്ലാതെ.
അതിന് പറ്റിയ സ്ഥലം അച്ചായന്റെ സ്ത്രീധനക്കായ തന്നെയാ. ശരി, എന്റെ ഈശ്വരേ. വേണ്ട പോലെ എനിക്കൊരു ഡൗട്ടും ഇല്ല, അത് ഒറിജിനൽ തന്നെ. എന്നാലും അതല്ലല്ലോ അച്ചായ. ക്ലിയർ ചെയ്യേണ്ടത് ക്ലിയർ ചെയ്തേ പറ്റൂ. ഹാ. ഓ, മിസ്സായല്ലോ. സോറി അച്ചായോ, ഉന്നം തെറ്റിയതാ. കുഴപ്പമില്ല, ഉണ്ടയുണ്ട്. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. മോനെ ടോമി, നീങ്കിലും ഒന്ന് പറയടാ. ഈ അച്ഛൻ പാവല്ലേടാ. 1 കോടിയല്ല 2 കോടി ഞാൻ ഫിലിപ്പിയോസിനോട് പറഞ്ഞ് വാങ്ങി തരാടാ. ഏയ് വേണ്ടടാ, വേണ്ട. പാവം അച്ചായനല്ലടാ. പണ്ടത്തെ പോലെയല്ല. നിനക്കിപ്പോ തീരെ ഒന്നുമില്ല. നീ ആ തോക്കെന്താ, ഞാനൊന്ന് നോക്കട്ടെ. നീ തന്നെ. ഞാൻ തരില്ല. ആർക്കൊരു അബദ്ധമൊക്കെ പറ്റും. നീ നോക്കിക്കോ. ഇത്തവണ കറക്റ്റ് ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളും. അല്ല ഇവണ്ണ, അച്ചായൻ തീരുമാനിക്കട്ടെ. അച്ചായൻ പറ, ആര് വേണം? ഞാൻ വേണോ അതോ ഇവൻ വേണോ? അച്ചായൻ ഒരു ചാൻസ് എനിക്ക് എന്റെ പൊന്നുമക്കളെ, എന്നെ വെറുതെ വിട്ടേക്ക്. ഞാനൊരു പാവം മധ്യസ്ഥന, എന്നെ സ്വർഗസ്ഥനാക്കരുത്. അച്ചായൻ സമ്മതിച്ചു. തോക്കിങ്ങ. ഞാൻ വെക്കാം. ടോമി പറയുന്ന കേക്ക് ഞാൻ വെക്കും. ഞാൻ വെക്കാം. അച്ചായൻ എനിക്ക് തരുന്നതാ. ഞാൻ നോക്കട്ടെ. ടോമി പറയുന്ന കേക്ക് എനിക്ക് എന്താ പപ്പ, ഉറങ്ങിയില്ലേ? ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. മകളുടെ ഫ്യൂച്ചറിനെ പറ്റി പപ്പ എന്ത് തീരുമാനിച്ചു? പറ, പണവുമായി ഞാൻ എവിടെയാ വരേണ്ടത്? ഗുഡ് മോർണിംഗ് പപ്പ. ഇതൊന്നും ഇവിടെ വെച്ചോട്ടെ പപ്പ. എന്താ പപ്പ ഒന്നും മിണ്ടാത്തെ? കാശ് തരുന്നതിന്റെ ടെൻഷനാണോ? പപ്പായ്ക്കറിയോ, പ്രതിവർഷം പ്രൊഫഷണൽ കോളേജസിൽ നിന്ന് എത്ര പേര് പഠിച്ചിറങ്ങുന്നുണ്ടെന്ന്? ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ടീച്ചേഴ്സും. ഇവർക്കൊക്കെ ഇവിടെ തന്നെ ജോലി വേണമെന്ന് പറഞ്ഞാൽ പാവം നമ്മുടെ ഗവൺമെന്റ് തെണ്ടി പോത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വയം തൊഴിൽ കണ്ടെത്തണം. പപ്പായ്ക്ക് ഒരു കാര്യം അറിയൂ, ഒരു കണക്കിന് നോക്കിയാൽ ഈ ഫിലിം സ്റ്റാർസും ഞങ്ങളും ഏതാണ്ട് ഒരുപോലെയാണ്. അവര് സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കുന്നു, ഞങ്ങള് ജീവിതത്തിൽ അഭിനയിച്ച് കാശുണ്ടാക്കുന്നു. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, അവർക്ക് സംഘടനയുണ്ട്, ഞങ്ങൾക്കതില്ല. ആ പാപ്പ, ദേ അങ്ങോട്ട് തിരിച്ചു നിർത്തിക്കോ. ദേ ആ റൈറ്റില്. ഇത്തരം ഡീലിനൊക്കെ ഇങ്ങനെയുള്ള സ്ഥലമാണ് സേഫ്. ഇനിയിപ്പോ സമയം കളയണ്ട, കാശെടുക്കോപ്പാ. നിന്റെ കയ്യിൽ കാശ് തരാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. നീ അവനെ വിളിക്കേ, രൂപേഷിനെ വിളിക്കേ. ഈ കാര്യത്തിൽ ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ഇല്ല പപ്പ. പിന്നെ പറയാനുള്ളതെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട്. വാക്ക് വാക്കാണ്, അതിന് മാറ്റമില്ല. കാശെടുക്കുവാപ്പാ, വെറുതെ സമയങ്ങളല്ലേ. പറഞ്ഞതുപോലെ മുഴുവനും ഉണ്ടല്ലോ. മാരേജ് സർട്ടിഫിക്കറ്റ്,
വാങ്ങിച്ചോളൂ. ഇനി മകളുടെ ഭാവി പപ്പയുടെ കയ്യിലാണ് കേട്ടോ. യാതൊരു കാരണവശാലും എന്റെ മകൾ ഇതറിയരുത്. ഇല്ല. അവൻ ചതിച്ചതായ അവക്ക് തോന്നാവൂ. ഉം. ഇതിന് വിശ്വാസം ഞാൻ കാണിക്കരുത്. ഒരിക്കലും ഇല്ല. പപ്പ കേട്ടിട്ടില്ലേ, ചതിയിൽ വഞ്ചനയില്ല. വരട്ടെ പപ്പ, ടേക്ക് കെയർ.